മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട വാണിജ്യ നഗരങ്ങളിലൊന്നു തന്നെയാണ് മഞ്ചേരി. ജില്ലയിലെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടുന്ന മേഖലയിൽ നിരവധി വികസന പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും നിലനിൽക്കുന്ന നിരവധി വികസന വിഷയങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള മറ്റു തരത്തിലുള്ള വിഷയങ്ങളും മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് മഞ്ചേരിയുടെ MLA കൂടിയായിട്ടുള്ള UA ലത്തീഫ് സാഹിബാണ്. ഈ കഴിഞ്ഞു പോയ കാലത്ത് അങ്ങ് ജനപ്രതിനിധിയായതിനു ശേഷം പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വികസന കാര്യങ്ങളെക്കുറിച്ചാണെങ്കിൽ പ്രധാനപ്പെട്ട വികസന വിഷയങ്ങൾ ഏതൊക്കെയാണ് ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചത്? അതിനെക്കുറിച്ച് ഞാൻ ഒരു ടേമാണ് MLA 5 വർഷം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ കാണുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജാണ്. ഞാൻ MLA ആയതിനു ശേഷം നിരവധി തവണ മഞ്ചേരി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് അസംബ്ലിയിൽ സംസാരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മിനിസ്റ്ററേയും കണ്ട് ധാരാളം നിവേദനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്നും അവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കുറേ ഉദ്ഘാടനങ്ങളും നടന്നിട്ടുണ്ട്. അതായത് 147 കോടി രൂപയുടെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ അതിനകത്ത് നടന്നു, ക്യാമ്പസിനകത്ത് നടന്നു. അതായത് ധാരാളം കെട്ടിടങ്ങളുണ്ടായി, അതിനകത്ത് ഇൻറ്റേർണൽ റോഡുകളുണ്ടായി, കുറേ ഉപകരണങ്ങൾ പർച്ചേസ് ചെയ്തു. ആകെ 147 കോടി രൂപയുടെ പദ്ധതികൾ ഈ മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് നടപ്പാക്കാൻ എനിക്ക് സാധിച്ചു. മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രി ഉൾക്കൊള്ളുന്ന ഈ മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്താണ് നടത്താൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം അങ്ങയുടെ ഫേസ്ബുക്ക് പേജിൽ കണ്ടിരുന്നു, മണ്ഡലത്തിൽ ഏകദേശം 600 കോടി രൂപയ്ക്ക് മുകളിൽ വരുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ള. ഏത് മേഖലയിലേക്കാണ് കൂടുതൽ? 634 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയത്. അതൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മെഡിക്കൽ കോളേജ് തന്നെയാണ്. പിന്നെ ഇവിടെ PWD റോഡുകൾ 4 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയാണ് ഉള്ളത്. അതായത് പാണ്ടിക്കാട്, എടപ്പറ്റ, കീഴാറ്റൂർ, തൃക്കലങ്കോട് പഞ്ചായത്തുകളും മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലും. അപ്പോൾ അവിടെ 34 കോടി രൂപയുടെ റോഡുകൾ, PWD റോഡുകൾ ഈ 5 വർഷത്തിനകത്ത് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഈ എടപ്പറ്റയിലൊരു ചെറുക്കര പാലുണ്ട്, 12.5 കോടി രൂപ ഇത് വരും. അതുപോലെ തന്നെ ഇവിടെ അറിയാം വിവിധങ്ങളായ സ്കൂളുകൾക്ക് 14.5 കോടി രൂപയുടെ ബസ്സുകൾ കൊടുക്കാൻ എനിക്ക് സാധിച്ചു. 14 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, അതായത് ഈ കെട്ടിടം നിർമ്മിക്കാൻ 14 കോടി. അതുപോലെ തന്നെ ഈ മഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന് MLA ഫണ്ട് ഉപയോഗിച്ച് അതിൽ നിന്ന് 2 കോടി 30 ലക്ഷം രൂപയുടെ ഗാലറി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ മഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിന്, ഹയർ സെക്കൻഡറി സ്കൂളിന് ധാരാളം പ്രവർത്തനങ്ങൾ നടന്നു. അതിന് പുറമെ 26 കോടി രൂപയുടെ MLA ഫണ്ട് വിവിധങ്ങളായ പ്രവർത്തികൾ നടത്തി. അങ്ങനെ ഏകദേശം 634 കോടി രൂപ നിങ്ങളെ കണക്കിൻ്റെ അടുത്തുണ്ട്. എല്ലാം ഞാൻ പത്രത്തിൽ ചില പത്രങ്ങളൊക്കെ ഔട്ട് ചെയ്തിട്ടുള്ളത്. മഞ്ചേരിയെ സംബന്ധിച്ച് ജില്ലയുടെ ഒരു വാണിജ്യ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന നഗരമാണ്. നഗരം ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെയുള്ള ഗതാഗത സംവിധാനങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. വിശേഷം നെല്ലിപ്പറമ്പ് പോലെയുള്ള ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുപ്പ് അനുഭവപ്പെടുന്നതിൽ റോഡിൻ്റെ വീതി ഉൾപ്പെടെ കൂട്ടാത്താണെന്നുള്ളതാണ് വ്യാപാരികളും യാത്രക്കാർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെടാൻ സാധിച്ചിട്ടുണ്ടോ? ഇപ്പോഴും അവിടെ റോഡിൻ്റെ വീതിയൊന്നും കൂട്ടാൻ സാധിച്ചില്ലല്ലോ എന്നൊരു ചോദ്യം യാത്രക്കാർ ഉൾപ്പെടെ പറയുന്നുണ്ട്. ആ റോഡിനെ സംബന്ധിച്ച് അത് പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇവിടെ. അത് ഇങ്ങനെ റോഡ് ഗതാഗത യോഗ്യത ഇല്ലാതെ കിടക്കുന്ന പൊട്ടിപ്പൊളി നിന്ന് കണ്ടപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ അദ്ദേഹത്തെ കാര്യം ബോധ്യപ്പെടുത്തി അദ്ദേഹത്തെ ക്ഷണിച്ച് കൊണ്ടുവന്ന് മഞ്ചേരി വന്ന് ഈ റോഡിൽ അദ്ദേഹവും ഞാനും പൊതുപ്രവർത്തകരോടൊക്കെ നടന്ന് കണ്ടു. ഇത് അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഒരു 2 കൊല്ലം മുമ്പാണത്. ആ മാസം ഡിസംബർ 31 അത് പൂർത്തിയാക്കുമെന്ന് എൻ്റെ ഓഫീസിൽ ഈ കസേരയിലിരുന്ന് എല്ലാ എഞ്ചിനീയർമാരെയും അതുപോലെ ജനപ്രതിനിധികളൊക്കെ വിളിച്ചു വരുത്തി അദ്ദേഹം പ്രഖ്യാപിച്ചു. ഞങ്ങൾക്കത് വിശ്വസിച്ച് ശരിയാണ്, പക്ഷേ നടന്നില്ല. ഏതായാലും ഞാൻ അതിനുവേണ്ടി നിരന്തരമായി അസംബ്ലിക്കകത്ത് മിനിസ്റ്ററോടൊക്കെ പറഞ്ഞ അവസാന സമയത്താണ് 5 കോടി രൂപ നടക്കുക. അതിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വീതിയുള്ള കഴിയുന്ന അത്ര വീതി കൂട്ടി ആ പ്രശ്നപ്പല്ല അതുകൊണ്ട് ഇപ്പോഴും കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ വീതി കൂട്ടി അതിൻ്റെ പ്രവർത്തനം, ടാറിങ് പ്രവർത്തനം, പ്രവർത്തനം കഴിഞ്ഞു, അതിൻ്റെ പൂർത്തീകരിച്ചു. നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ബ്ലോക്കിൻ്റെ പ്രശ്നം അതുകൂടി അവസാനിപ്പിക്കും. വകുപ്പ് മന്ത്രി അന്ന് ഉറപ്പ് നൽകി, പിന്നീട് അദ്ദേഹം അത് പാലിച്ചില്ല. അതുകൊണ്ടാണ് അത് നീണ്ടുപോയത്. അതാണ് പറയുന്നത്. ഞങ്ങൾ മന്ത്രിയെ കുറ്റപ്പെടുത്തല്ല, പക്ഷേ ഞാനൊരു പ്രതിപക്ഷത്തിരിക്കുന്ന MLA അല്ലേ, അതുകൊണ്ടാവും അതിപ്പോൾ നടന്നില്ല. എനിക്കതിൽ വലിയ നിരാശയുണ്ട്. അദ്ദേഹം വന്നങ്ങനെ ഉറപ്പ് എല്ലാവരും കണ്ടതാണല്ലോ. പക്ഷേ അതിൽ അവസാനം
അത് നേടിയെടുക്കാൻ അവരോട് ചോദിച്ച് വാങ്ങാൻ സാധിച്ചു. അതിന് പ്രവൃത്തി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ പ്രശ്നം മഞ്ചേരി ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. മഞ്ചേരിയെ സംബന്ധിച്ച് മറ്റൊരു കാര്യം, ഇവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് അവർക്ക് ഒഴിവ് സമയം ചെലവഴിക്കാൻ ചെറിയ പാർക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്പേസുകൾ പോലെയുള്ള കാര്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിരുന്നു. അതിനുവേണ്ടി എന്തെങ്കിലും ഇടപെടൽ ഈ കഴിഞ്ഞ കാലം നടത്താൻ ശ്രമിച്ചിരുന്നോ? ഈ കാര്യം മഞ്ചേരി ചരണിയിലൊരു ചെറിയ പാർക്കുണ്ട്. മുമ്പ് UDF ഗവൺമെൻറ് എന്നതാണ്. അതിന് ചെറിയ വികസന പ്രവർത്തനങ്ങളൊക്കെ അതിന് റിനോവേറ്റ് ചെയ്യാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ സാധിച്ചു. ഇപ്പോൾ കുറേ അല്പം ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് ഒരു ചെറിയ പാർക്ക് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കാലയളവിൽ അങ്ങേക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയത് അത്തരം വിഷയങ്ങൾ നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അതായത് അത് മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ അതുപോലെ തന്നെ ജനറൽ ആശുപത്രിയുടെ വികസനമാണ് നടക്കാതെ പോയത് എന്നാണ് എൻ്റെ വിശ്വാസം. ഉദാഹരണമായിട്ട് മഞ്ചേരി HDS കമ്മിറ്റി, അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുണ്ട്. അവിടുന്ന് അവർ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചു. ഞാനതിൽ മെമ്പറായിരുന്നു. CPM, കോൺഗ്രസ്സിൽ എല്ലാവരും ഉണ്ട്. ഞങ്ങളിവിടെ ഈ ബേട്ടേക്കോട് അടുത്ത് ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരം എടുത്ത് 50 ഏക്കർ സ്ഥലം കണ്ടുവച്ചു. അതിൽ ഉടമകളൊക്കെ കണ്ട് അവർ സമ്മതിച്ചു. 25 ഏക്കർ സ്ഥലം സൗജന്യമായിട്ട് നൽകാൻ അവർ തീരുമാനിച്ചു. രേഖകൾ കലക്ടർ കൈമാറി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൈമാറി കൊടുത്തു. പക്ഷേ അത് ഏറ്റെടുക്കാൻ ഗവൺമെൻറ് ഇത്ര കാലമായിട്ടും തയ്യാറായില്ല. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മലപ്പുറം ജില്ല MLA യോഗം വിളിച്ചപ്പോൾ ആ യോഗത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ 50 ഏക്കർ സൗകര്യമാണ്, ഇത് ചിലർക്കുള്ള ആക്ഷേപം അതൊരു ഇടുങ്ങിയ സ്ഥലമാണെന്നുള്ളത്. അപ്പോൾ അത് വിശാലമാക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രവർത്തനം നടത്തിയത്. അത് പക്ഷേ ഗവൺമെൻറ് ഏറ്റെടുത്തില്ല എന്നുള്ളത് വലിയ നിരാശ എനിക്കുണ്ട്. കാരണം അതായിരുന്നെങ്കിൽ 50 ഏക്കർ അവിടെ അക്കാഡമിക് ബ്ലോക്ക് അതുപോലെ തന്നെ പലതും മാറ്റാമല്ലോ. ജനറൽ ആശുപത്രിയും മെഡിക്കൽ കോളേജ് ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഗവൺമെൻറ് അത് ഏറ്റെടുത്തില്ല എന്നുള്ളൊരു നിരാശ, ഒരു സങ്കടം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ലീഗിൽ ടൈം വ്യവസ്ഥ പറയുന്നുണ്ട്. 3 തവണ മത്സരിച്ച ആളുകൾ, ചില ആളുകൾക്ക് ഇളവുണ്ട് മാറി നിൽക്കാമെന്നുള്ള. അങ്ങേ സംബന്ധിച്ച് അങ്ങ് ഒറ്റ തവണയാണ് MLA ആയിട്ടുള്ളത്. ആ വ്യവസ്ഥയിൽ വരുന്നില്ല. ഇനിയും അവസരങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് പാർട്ടിയിൽ നിന്നും അത്തരത്തിലുള്ള ആശയവിനിമയം ഉണ്ടായിട്ടുണ്ടോ? വീണ്ടും മഞ്ചേരിയിലൊരു സ്ഥാനാർത്ഥിയായി നമുക്ക് UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രതീക്ഷിക്കാം? അത് പറയുന്നത് ഞാൻ ശരിയല്ലോ. ഞങ്ങളുടെ പാർട്ടി ഉണ്ട്. ഞങ്ങളുടെ അവസാന വാക്ക് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അതൊക്കെ പാർട്ടി തങ്ങൾ പ്രഖ്യാപിക്കുന്നില്ല. അതിൽ അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. അത് തീർച്ചയായും പാർട്ടി പ്രസിഡന്റ് പ്രഖ്യാപിക്കും. എങ്കിലും ഒരവസരം കിട്ടണമെന്നുള്ളൊരാഗ്രഹം എന്ന് ഞാൻ പറയില്ല. കാരണം പാർട്ടി എന്താ പറഞ്ഞത് കേൾക്കും എന്നല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് വേറെ അഭിപ്രായം പറയാനില്ല. പാർട്ടി നിലവിൽ അങ്ങനെ എന്തെങ്കിലും ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ? ഇത്തവണ താങ്കൾ മാറി നിൽക്കുമോ, മറ്റാരെങ്കിലും വരട്ടെ, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ താങ്കൾ തന്നെ മത്സരിക്കുമോ? അതൊന്നും അതിനെക്കുറിച്ച് ഇതുവരെ ഒരു ചർച്ച ഉണ്ടായിട്ടേ ഇല്ല. അവരേറ്റ് അധികം ബന്ധപ്പെടുന്ന ആളുകളല്ലേ. ബഹുമാനപ്പെട്ട തങ്ങളുമായിട്ട് അതുപോലെ തന്നെ ദേശീയ സെക്രട്ടറി ഞങ്ങൾ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ നിരന്തരം ബന്ധപ്പെടുന്ന. പക്ഷേ അങ്ങനെ ആശയവിനിമയം നടത്തിയിട്ടില്ല. താങ്കൾ പ്രധാനപ്പെട്ട ഒരു മുതിർന്ന നേതാവ് കൂടിയാണല്ലോ, നേരത്തെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തി കൂടിയാണല്ലോ. സ്വാഭാവികമായിട്ട് ഇനിയും നിരവധി പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താനുണ്ട് എന്ന് താങ്കൾ അത് പങ്കുവെക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു അവസരം ലഭിച്ചാൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. ഞാൻ ഈ വിവാദ വിഷയങ്ങൾക്ക് ഇടപെടുന്നില്ല. സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് അത്രേ പറയാനുള്ളൂ. അത് പാർട്ടി തീരുമാനിക്കും, ഞാൻ അനുസരിക്കും, വേറെ ഒന്നും പറയാനില്ലത്. പക്ഷേ എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ഒരുപാട് മുൻപോട്ട്. മഞ്ചേരി എനിക്കറിയാലോ, 22 കൊല്ലമായിട്ട് ഞങ്ങൾ സ്ഥാപിച്ച CHS സെൻ്റർ. ഞാൻ എൻ്റെ സ്ഥാപക പ്രസിഡൻ്റാണ്, ഇപ്പോഴും പ്രസിഡൻ്റാണ്. അന്ന് മുതൽ ഇന്ന് വരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ അന്നത്തെ ജില്ലാ ആശുപത്രിയിലെ മുഴുവൻ രോഗികൾക്കും കൂടെ ഇരിക്കുന്നവർക്കും ഞങ്ങൾ സൗജന്യമായി ഭക്ഷണം നൽകുന്നുണ്ട്. രാത്രികാല ഭക്ഷണം ഇന്നും അത് മുടങ്ങിയിട്ടില്ല, തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ നിന്ന് മാത്രമല്ല, ഏറ്റവും പാവപ്പെട്ട കിഡ്നി രോഗികൾ, മരുന്ന് വാങ്ങാൻ കഴിയില്ല, ജീവിക്കാൻ മാർഗമില്ല, അവർക്ക് സൗജന്യമായി ഡയാലിസിസ് ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടിനും കൂടി ഏകദേശം 1.5 കോടിയോളം ഉറുപ്പിക കൊല്ലം ചിലവാണ്. എന്നാലും അത് ഈ സുമനസ്സുകളുടെ സഹായത്തോടെ ഗൾഫ് നാടിലെ ആളുകളുടെ സഹായത്തോടെയൊക്കെ നല്ല നിലയിൽ ഇപ്പോഴും ഇന്നും നടന്നുകൊണ്ടിരിക്കും. മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ഈ പ്രളയം കോവിഡ് വന്ന സമയത്ത് മെഡിക്കൽ കോളേജ് രോഗികളൊക്കെ ഞങ്ങളാണ് ചികിത്സിച്ചത്. ഇന്നും ഇവിടെ ഇന്നലെ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 3-4 മാസങ്ങളായി ഞങ്ങളാണ് മെഡിക്കൽ കോളേജിലെ രോഗികളെ അവർക്ക് ഞങ്ങളാണ് ഈ ഡയാലിസിസ് സൗകര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് മഞ്ചേരി യൂണിറ്റി വിമൻസ് കോളേജ് ഏറ്റവും നല്ല ഒരു കോളേജാണ്. 10 ഡിഗ്രി കോഴ്സുണ്ട്, 7 PG കോഴ്സുണ്ട്. വളരെ നല്ല നിലയിൽ
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നല്ല കോളേജുകൾ ഏറ്റവും നല്ലതായി എണ്ണുന്ന ഒരു കോളേജാണ്. അതിനും അതിൻ്റെ ഗവർണിംഗ് ബോഡിയിലെ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് ഈ വിദ്യാഭ്യാസ മേഖലയിൽ നല്ലപോലെ പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശത്തെ പെൺകുട്ടികൾക്കുള്ള കോളേജാണല്ലോ. അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കോളേജ്. അങ്ങനെ ആ മേഖല സഹായിക്കാൻ സംഭാവനകളൊക്കെ തന്നെ പരിഗണിച്ച് മുസ്ലിം ലീഗ് ഒരു തവണ കൂടി അവസരം തന്നാലൊരു അടുത്ത വിദ്യാഭ്യാസ മന്ത്രിയോടാണോ നമ്മൾ സംസാരിക്കുന്നത്? വീണ്ടും അതെന്നെ പറയുന്നില്ല. എനിക്കതേ മറുപടിയുള്ളൂ. അതിനെക്കുറിച്ച് ഒന്നും പറയില്ല. സ്വാഭാവികമായിട്ട് പാർട്ടി ആവശ്യപ്പെട്ട് താങ്കളും സ്വയം തീരുമാനിച്ച് മാറി നിൽക്കാന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുകയാണെങ്കിൽ ഇവിടെ ഇനി UDF പ്രതിനിധീകരിച്ച് ആര് വരണം, ഏത് തരത്തിലുള്ള ആളുകൾ വരണം എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയില്ല. തീരുമാനിക്കട്ടെ എന്നുള്ള തീർച്ചയായും അത് തന്നെയാണ്. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് വിശദമായിട്ട് അദ്ദേഹം സംസാരിച്ചത്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ പാർട്ടി അന്തിമ തീരുമാനമെടുക്കും. പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ ഇക്കാര്യത്തിൽ അന്തിമ പ്രഖ്യാപനം നടത്തുമെന്നുള്ളതാണ് മഞ്ചേരിയുടെ MLA കൂടിയായിട്ടുള്ള UA ലത്തീഫ് ഈ ഒരു ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണിത്തൂപൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, റിപ്പോർട്ടർ മലപ്പുറം.